വിളിച്ചോ? എന്താ അപ്പച്ച? മോള് എന്നെ തിരിച്ചു വിളിക്കുന്നു. ആ ജോണിക്കുട്ടി. എന്റെ ദൈവമേ, ഞാൻ ജോണിക്കുട്ടി അല്ല. ഇങ്ങോട്ട് വന്നേ. അപ്പച്ച, ഞാൻ അപ്പച്ചന്റെ മൂത്ത മകൻ വിലിസൺ. വില്ലി, അത് നീയാണ്? ഇല്ലി, അത് ഞാനാണ്. ഈ ജോണിക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തി അപ്പച്ചന്റെ ഇളയ മോളുടെ ഭർത്താവ്. അതായത് എന്റെ അളിയൻ. ഇന്ന് മുതൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇത് മാറിക്കേ. കേക്കുണ്ടാ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എടുത്തിട്ട് കാളെ പറ്റുന്ന അറിയുമ്പോ കയറെടുക്കാനായിട്ട് ഓടേണ. എന്റെ ദൈവമേ, എല്ലാത്തിന്റെയും കിളി പോയി കിടക്കേണ്ട. ഒരു കിളി, ഇരു കിളി, ചേട്ടേ ഒരു മുക്കിളി. ചേട്ടേ, ഈ അപ്പച്ചൻ കാരണം ഞാൻ തോറ്റ്. ഇടി, നീ പരീക്ഷക്ക് പഠിക്കാഞ്ഞിട്ടല്ലേ നീ തോറ്റത്? അപ്പച്ചന്റെ തലയിലും ഒക്കെയാണ്. പ്ലസ് ടു തോറ്റ കാര്യമാണോ ഞാൻ പറഞ്ഞത്? അപ്പച്ചന് കക്കൂസി പോണോന്ന് പറഞ്ഞ് എന്നെ കൂട്ടു വിളിച്ച് ഞാൻ അപ്പച്ചനെ കൊണ്ട് കക്കൂസി ചെന്ന് കഴിഞ്ഞപ്പോഴേ എന്നെ അതിന്റെ അകത്തേക്ക് തള്ളിയിട്ടിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്നോട് പറയണേ, എടി കൊച്ചേ വേഗം ഇറങ്ങി, ഇല്ലെങ്കിൽ ഞാൻ ഈ പുറത്തിരിക്കോട്ടെന്ന്. ഇരിക്കും. കാരണം നമ്മുടെ അപ്പച്ചന്റെ സ്വഭാവം നിനക്ക് അറിയാല്ല. അപ്പച്ചൻ എവിടെ ചിന്തിക്കുന്നുവോ അവിടെയാണ് ശൗചാലയം. ബൾബ് കത്തുന്നില്ല. തലയിലത്തെ അല്ലേ? അല്ല, കക്കൂസിലെ. അത് കത്തിച്ചളയാ. ഒന്ന് പോണം. ഞാനൊന്ന് പോയതാ. എനിക്കൊന്ന് പോണം. അതിന് എന്റെ എന്തെങ്കിലും വേണോ? വേണ്ട. എന്നാ പോ. അല്ല പിന്നെ വരുന്നോ? എന്റെ പൊന്നപ്പച്ചാ, ഞാനില്ല. വിളിക്കണ വിളി കേട്ടാത്തൊന്നും പൂരം കാണാൻ പോവാന്ന്.